നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSRTCയെ മൂന്നായി വിഭജിക്കില്ല, മന്ത്രി KB ഗണേഷ് കുമാർ. ടാറിംഗ് കഴിഞ്ഞയുടൻ റോഡ് തകർന്നു, ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി, നടപടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. മെസ്സി കേരളത്തിൽ, മലപ്പുറത്ത് ലയണൽ മെസ്സി ഫുട്ബോൾ കളിക്കും. പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നതിന് പോലീസിന് കർശന പരിശീലനം നൽകണം, ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. KSRTCയെ മൂന്നായി വിഭജിക്കുന്ന തീരുമാനം എടുക്കില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. കരുനാഗപ്പള്ളി ജീവനക്കാരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നായി വിഭജിക്കണം, 6ആയി വിഭജിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ടൊന്നും KSRTC നന്നാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നായി വിഭജിച്ചാൽ 3 MDമാർ വേണ്ടിവരുമെന്ന് ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. അവർക്ക് ഓഫീസും സ്റ്റാഫും കാറുമെല്ലാം വേണം. നിരവധി പുതിയ തസ്തികകൾ സൃഷ്ടിക്കണം. ഇതിനെല്ലാം കോടികളുടെ അധിക ചെലവാണ് ഉണ്ടാകുന്നത്. ജീവനക്കാരെ 3 ഭാഗത്തേക്ക് തള്ളിയതുകൊണ്ട് നേട്ടമൊന്നുമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2023 ഏപ്രിൽ മാസത്തിലാണ് അന്നത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജു KSRTCയെ മൂന്നായി വിഭജിക്കുന്ന കാര്യം അവതരിപ്പിച്ചത്. പ്രൊഫസർ സുശീൽ ഖാന റിപ്പോർട്ടിലാണ് ആദ്യമായി ഈ നിർദ്ദേശം വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ നിർദ്ദേശത്തെ പിന്തുണച്ചു. സൗത്ത്, സെൻട്രൽ, നോർത്ത് എന്നിങ്ങനെ 3 മേഖലകളാക്കാനാണ് നിശ്ചയിച്ചത്. ഇങ്ങനെ KSRTCയെ മൂന്നായി വിഭജിക്കുന്നതോടെ സ്വിഫ്റ്റ് അടക്കം 4 വിഭാഗങ്ങൾ വേണ്ടിവരും. നോർത്ത് മേഖലയിൽ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾ ഉൾപ്പെടും. സെൻട്രലിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകൾ പെടും. സൗത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളാണ് വരിക എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. കോഴിക്കോട് കുളിമാട് എരഞ്ഞിമാവ് റോഡ് തകർന്ന സംഭവത്തിൽ നടപടി. വീഴ്ച വരുത്തിയ PWD ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ഉത്തരവ്. അസിസ്റ്റന്റ് എഞ്ചിനീയറെയും ഓഫീസറെയും സ്ഥലം മാറ്റാനാണ് തീരുമാനിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. ടാറിംഗ് കഴിഞ്ഞയുടൻ റോഡ് തകർന്ന സംഭവത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. കരാറുകാരന്റെ ലൈസൻസ് 6 മാസത്തേക്ക് റദ്ദാക്കാനും തീരുമാനിച്ചു. കോഴിക്കോട് കുളിമാട് എരഞ്ഞിമാവ് റൂട്ടിലെ 110 മീറ്റർ റോഡാണ് ടാറിംഗ് കഴിഞ്ഞയുടൻ തകർന്നത്. കരാറുകാരൻ സ്വന്തം ചെലവിൽ റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായ ക്ലീനിംഗ് നടത്താതെ ടാർ ചെയ്തതാണ് പണി കഴിഞ്ഞയുടൻ റോഡ് തകരാൻ കാരണമെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. അർജന്റീന ടീമിന്റെ സൗഹൃദ മത്സരത്തിൽ ലയണൽ മെസ്സി പങ്കെടുക്കുമെന്ന് കായിക മന്ത്രി V അബ്ദുറഹിമാൻ. അടുത്ത വർഷം മെസ്സി കേരളത്തിൽ എത്തുമെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറത്തെ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരം നടത്താനാണ് ആലോചന എന്നും മന്ത്രി പറഞ്ഞു. ഫുട്ബോൾ പരിശീലനത്തിന് അർജന്റീനയുമായി ദീർഘകാല കരാർ ഒപ്പിടും. 2025 മത്സരം. മലപ്പുറത്തെ സ്റ്റേഡിയം പൂർണ്ണ സജ്ജമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2025 ഒക്ടോബറിലാണ് ലയണൽ മെസ്സി അടങ്ങുന്ന അർജന്റീനയുടെ താരനിര കേരളത്തിലെത്തുക. ഈ വർഷം ജൂണിൽ എത്താൻ നേരത്തെയായിരുന്നു സന്നദ്ധ അറിയിച്ചിരുന്നുവെങ്കിലും കേരളത്തിലെ പ്രതികൂല കാലാവസ്ഥ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അടുത്ത വർഷം അവസാനമെത്താൻ തീരുമാനിച്ചത്. ഇന്ത്യൻ ടീമുമായുള്ള സൗഹൃദ മത്സരത്തിന്റെ സാധ്യതകളും കേരളത്തിന്റെ ഫുട്ബോൾ വികസനത്തിൽ അർജന്റീനയുമായി സഹകരിക്കാമെന്ന മേഖലകളും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി നടത്തിയ ഓൺലൈൻ മീറ്റിംഗിൽ ചർച്ചയായി. അർജന്റീന ടീം എത്തുന്നത് കേരളത്തിന് വലിയ നേട്ടമുണ്ടാക്കുമെന്ന് മന്ത്രി അബ്ദുറഹിമാൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ നടത്തുന്ന ഗോൾ പരിശീലന പദ്ധതിയുമായി സഹകരിക്കാനും 5000 കുട്ടികളെ പരിശീലിപ്പിക്കാനുമുള്ള സന്നദ്ധയും അർജന്റീന അറിയിച്ചു. പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നത് സംബന്ധിച്ച് പോലീസിന് കർശന പരിശീലനം നൽകണമെന്ന് ഹൈക്കോടതി. ആലത്തൂരിലെ അഭിഭാഷകനും പോലീസും തമ്മിൽ സ്റ്റേഷനുള്ളിൽ വെച്ച് നടന്ന തർക്കവുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതി പോലീസിനെ വിമർശിച്ചത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസിൽ പോലീസ് മേധാവി ഓൺലൈനായി ഹാജരായി. പോലീസ് ഓഫീസറുടെ നടപടി ശരിയായെന്ന് തോന്നുന്നുണ്ടോ എന്ന് DGPയോട് കോടതി ചോദിച്ചു. സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും DGP മറുപടി നൽകി. ആരോപണ വിധേയനായ SIയെ സ്ഥലം മാറ്റിയെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും ഉദ്യോഗസ്ഥന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും പോലീസ് മേധാവി കോടതിയെ അറിയിച്ചു. വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചുവെന്നും കുറ്റക്കാരനെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും പോലീസ് മേധാവി കോടതിയിൽ ഉറപ്പു നൽകി.